മഴക്കെടുതിയിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. അസമിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. നേപ്പാളിൽ മണ്ണിടിച്ചിലിൽ നദിയിലേക്ക് മറിഞ്ഞ 2 ബസ്സുകൾക്കും യാത്രക്കാർക്കുമായി തിരച്ചിൽ തുടരുന്നു. പ്രളയത്തെ തുടർന്ന് ദുരിതത്തിലാണ് അസം ജനത. മരണം 100 കവിഞ്ഞുവെന്നും 12 ലക്ഷത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചുവെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 24 ജില്ലകളിൽ കനത്ത നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനം ഓറഞ്ച് അലർട്ടിലാണ്. അതേസമയം നേപ്പാളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് തൃശൂലി നദിയിലേക്ക് മറിഞ്ഞ 2 ബസ്സുകളെയും 62 യാത്രക്കാരെയും ഇനിയും കണ്ടെത്താനായില്ല. അപകടത്തിൽപ്പെട്ടവരിൽ 7 പേർ ഇന്ത്യക്കാരാണ്. ശക്തമായ അടിയൊഴുക്കും മഴയിൽ ജലനിരപ്പ് ഉയരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ബസ്സിലെ കർട്ടൻ മാത്രമാണ് കണ്ടെത്താനായത്. സംഭവം നടന്ന് 30 മണിക്കൂർ പിന്നിട്ടതിനാൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണെന്നാണ് അധികൃതർ പറയുന്നത്. 500 രക്ഷാപ്രവർത്തകരെ വിന്യസിപ്പിച്ച് തിരച്ചിൽ തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.